നമസ്കാരം. ഫ്യൂച്ചർ ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡാന സുമൻ. നമ്മളോടൊപ്പം തത്സമയമുള്ളത് റിനൗണ്ട് ഫ്യൂച്ചറോളജിസ്റ്റ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഡോക്ടർ ജയനാരായൺജി. സ്വാഗതം ഡോക്ടർ. നമസ്തേ. യെസ്, അപ്പം എന്തായാലും നമ്മുടെ തത്സമയ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് കോൾസും എൻക്വയറീസും ഈവൻ ആഫ്റ്റർ ദ ഷോ കിട്ടാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, വിളിക്കേണ്ട നമ്പർ 058-804-1310, അതുപോലെ 058-523-1310. ഈ രണ്ട് നമ്പേഴ്സിൽ വിളിച്ചും തത്സമയം ഫ്യൂച്ചർ ഷോയിലൂടെ നിങ്ങൾക്ക് ഡോക്ടർ ജയനാരായൺജിയോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. വിളിക്കുന്നവർ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങളാണ്. സ്വന്തം ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ അസസ് ചെയ്യേണ്ടത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ടാവണം, ടൈം ഓഫ് ബർത്തും ഉണ്ടാവണം, പ്ലേസ് ഓഫ് ബർത്തും. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കാവുന്നതാണ്. ഡോക്ടർ, ഷോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ ചില ആളുകൾ ഈ ജാതകം നോക്കാണ്ട്, ഇപ്പോൾ ജാതകം സമയം, ജനന സമയമൊന്നും അറിയാത്തവർക്ക് നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ അവരുടെ അസസ്മെൻറ്റ് നടത്താൻ കഴിയും? ഇപ്പോൾ പൊരുത്തമൊക്കെ നോക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇന്നിപ്പോൾ പൊരുത്തം നോക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വെച്ച് പൊരുത്തം നോക്കുന്നിടത്ത് തന്നെ അപാകത വരാറുണ്ട്. കാരണം ഇന്ന് ഡെലിവറി എന്ന് പറയുന്നത് പ്ലാൻഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്ലാൻഡായി തയ്യാറാക്കുന്ന ഡോക്ടറുടെ സൗകര്യാർത്ഥം, പേഷ്യൻ്റെ സൗകര്യാർത്ഥം നക്ഷത്രം നോക്കി, നല്ല മുഹൂർത്തം നോക്കി ഒക്കെ ഡെലിവറി ചെയ്ത് കൊണ്ടുവരണ കൊച്ചിൻ്റെ ഗ്രഹനില വച്ചിട്ട് പൊരുത്തം നോക്കിയാൽ അത് എത്ര കണ്ട് ശരിയാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വഴി, നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. 2 കൈയുടെയും, പെൺകുട്ടിയുടെയും പയ്യൻ്റെയും കൈ കിട്ടിയാൽ അവരുടെ തലയിലെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ യോജിച്ച് പോകുമോ, ഇവരുടെ ജീവിതം ഭംഗിയായി പോകും എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. യെസ്, നമ്മളോടൊപ്പം കോളർ ചേരുന്നുണ്ട്. കോളിലേക്ക് പോവാണ് കേട്ടോ. നമസ്കാരം, ഫ്യൂച്ചർ ഷോയിലേക്ക് സ്വാഗതം. കോളിലേക്ക് പോകാം. ഹലോ ഹലോ, കോൾ കണക്റ്റഡ് ആണ്. പേരൊന്ന് പറയാവോ? എന്റെ പേര് ഷൈനി, ഞാൻ അബുദാബിയിൽ നിന്ന് വിളിക്കുന്നത്. ഓക്കെ, ഷൈനിക്ക് വേണ്ടിയിട്ടാണോ ഫാമിലിയിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ? അല്ല, എന്റെ മകന് വേണ്ടിയിട്ടാണ്. മകന് വേണ്ടിയിട്ട്. മകന് കല്യാണം, അപ്പം ജോലി, അതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതൊക്കെ സാർ നോക്കും. അതിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും ഒന്ന് പറയണേ. 1 നവംബർ 1995. 1 നവംബർ 1995. 95 ആണ്. അതെ. കൊറേ നാളായി കല്യാണം നോക്കുന്നുണ്ട്, ഇങ്ങനെ ഒന്നും ശരിയാവുന്നുമില്ല, അവൻ സമ്മതിക്കുന്നുമില്ല. സമയം കൂടി ഒന്ന് പറയണേ. 3:30 മോർണിംഗ്, ഏർലി മോർണിംഗ്. ജനിച്ചത് ഏത് സ്ഥലത്താണ്? അബുദാബി. അബുദാബിയാണ്. ഓക്കെ, AM ബട്ട് അബുദാബിയാണ് സർ. ഓക്കെ, 3:30. അതെ, 3:30 അബുദാബിയാണ് ജനന സ്ഥലം. ഓക്കെ, കല്യാണത്തിനെ കുറിച്ചിട്ടാണ്. അതെ. അവിട്ട നക്ഷത്രമാണോ മാഡം? അവിട്ടം. അപ്പം നമുക്ക് നോക്കാം. മോൻ്റെ ജാതക പ്രകാരം ഇപ്പോൾ 29 വയസ്സ് 10 മാസം 27 ദിവസമായി. മോന് 30 വയസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു മാസം കൂടി കഴിയുമ്പോൾ 30 വയസ്സാവുകയാണ്. ഈ നവംബർ മാസം 1-ാം തീയതി ആവുമ്പോൾ 30 വയസ്സ് തികയും. മോൻ്റെ ജാതക പ്രകാരം 4 വയസ്സ് 4 മാസം വരെ ചൊവ്വയും 22 വയസ്സ് തൊട്ട് രാഹുർദശ ആരംഭിച്ചു. ഇപ്പോൾ വ്യാഴദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാഴദശയിൽ കേതുവിൻ്റെ അപകാരകാലം നടക്കുകയാണ്. ഈ കേതുവിൻ്റെ അപകാരകാലം 2026 ജനുവരി മാസം 17-ാം തീയതി തീരും. അപ്പോൾ അതായത് ജനുവരി 17-ാം തീയതി, അതായത് ഇപ്പോൾ മോന് നവംബറിലെ ബർത്ത്ഡേ ആവും. 2 മാസം കൂടി കഴിയുമ്പോൾ അവൻ്റെ കഷ്ടകാല സമയം തീരും. അത് കഴിഞ്ഞാൽ വ്യാഴദശയിൽ ശുക്ര അപകാരകാലം വരെയാണ്. ശുക്ര അപകാരകാലം 2 വർഷം 8 മാസക്കാലം ശുക്ര അപകാരകാല സമയമാണ്. ഈ ശുക്ര അപകാരകാലത്ത് മോന് വിവാഹം, അതുപോലെ നല്ല ജോലി, അതുപോലെ പ്രോഗ്രസ് ഉണ്ടാകും. 2 ഗുരുക്കന്മാർ ഒന്നിക്കുന്ന സമയമാണ്. എപ്പോഴാണ്? ഈ 2026 ജനുവരി മാസം തൊട്ട് 2 വർഷം 8 മാസക്കാലം. അപ്പോൾ 28 സെപ്റ്റംബർ വരെ നല്ല സമയമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ സമയത്ത് അവൻ്റെ ശുഭകാര്യങ്ങളെല്ലാം നടക്കും. പക്ഷേ മോൻ്റെ ജാതകത്തിൽ സമയത മോശമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഒരു ദോഷഭാവമുള്ളത് പുത്രൻ്റെ ജാതകത്തിൽ കാളസർപ്പദോഷമുള്ള ജാതകമാണ്.
ഈ കാളസർപ്പ ദോഷം എന്നൊക്കെ പറയുന്നത് കുടുംബത്തിൽ നിന്ന് ജനിക്കുമ്പോഴേ വരുന്ന ചില ദോഷഭാവങ്ങളാണ്. ഇത് എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര നല്ല സമയം വന്നാലും ഇതുപോലെ ദോഷഭാവങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് നല്ലത് കിട്ടാൻ കാലതാമസം വരും, എല്ലാ കാര്യങ്ങൾക്കും ഡിലേ വരുത്തും. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഈ കാളസർപ്പ ദോഷത്തെ ഒന്ന് മാറ്റി കൊടുക്കുക. കാരണം നല്ല സമയം വരെയാണ്. അപ്പോൾ ആ സമയത്തിൻ്റെ ഫലം പിള്ളയ്ക്ക് കിട്ടണം, അവനത് ലഭിക്കണമെങ്കിൽ ഈ തടസ്സം മാറ്റി കൊടുക്കണം. അതിനുവേണ്ടി കാളഹസ്തി ക്ഷേത്രത്തിൽ അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി രാഹു കേതു പരിഹാര പൂജ ചെയ്ത് കാളസർപ്പദോഷത്തെ മാറ്റണം. അപ്പോൾ അതെ, അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് മാഡം പ്രാർത്ഥന കൂട്ടുന്നതിനൊപ്പം തന്നെ സർപ്പദോഷ പരിഹാരത്തിനായിട്ട് 2 കല്ലുകളുണ്ട്. കാളസർപ്പദോഷത്തിൻ്റെ കല്ല്, അതായത് ഗോമേതകവും വൈഡൂര്യവും. ഈ 2 കല്ലുകൾ ചേർത്ത് ഒറ്റ മധുരമായിട്ട് മോനെ കെട്ടി മിഡിൽ ഫിംഗറിൽ, വലത് കയ്യിൽ മിഡിൽ ഫിംഗറിൽ ഇട്ട് കൊടുക്കണം. അത് ശുദ്ധി ചെയ്ത് പൂജിച്ച് കയ്യിലിട്ട് കൊടുക്കണം. വെള്ളി ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇത് ഇടുമ്പോൾ പെട്ടെന്ന് ഗോമേതകവും വൈഡൂര്യവും ഈ 2 കല്ലുകൾ 2 കാരറ്റ് വീതമുള്ള 2 കല്ലുകൾ ചേർത്ത് അത് കെട്ടി ശുദ്ധി ചെയ്ത് പൂജിച്ച് ഈ നടുവിരലിൽ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഈ സർപ്പശാപം ശമിക്കും. അപ്പോൾ ഈ തടസ്സഭാവം മാറിക്കിട്ടും. കാരണം നമുക്കിപ്പോൾ അവന് സമയമായി. ഈ സമയമായ സ്ഥിതിക്ക് നമ്മൾ ഇനി ഒരു കാര്യത്തിനും അറച്ചു നിൽക്കരുത്. 2 മാസം കൂടി കഴിയുമ്പോൾ മോനെ കല്യാണ സമയം വരെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒക്ടോബർ മാസം ആവാൻ പോണ്, നവംബർ ഡിസംബർ ജനുവരി മാസം തൊട്ട് മോന് വിവാഹം അതുപോലെയുള്ള ശുഭകാര്യങ്ങൾക്കെല്ലാം സമയമായി. അപ്പോൾ സമയമായ സ്ഥിതിക്ക് നമുക്ക് ഈ തടസ്സവും മാറ്റിക്കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ പ്രാർത്ഥന കൂട്ടണം. എപ്പോഴും ഈ ഇതുപോലെയുള്ള ദോഷഭാവങ്ങൾ ബാധിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി കയറും. ഈ നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജി കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും. പോസിറ്റീവ് എനർജിയാണ് ഈ സ്റ്റോൺ ഇടുന്നത്, അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മോൻ്റെ കൂടെ എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും 5 നേരം നിസ്കരിക്കേണ്ടടുത്ത് എത്രത്തോളം നിസ്കരിക്കാൻ പറ്റുമോ അത്രയും അവന് പെട്ടെന്ന് ഗുണഫലം സിദ്ധിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവാധീനം കൂടി കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ സമയാനുകൂലത്തിലാണ് അവന് വിവാഹം നടക്കും. അത് ഡിലേ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് തന്നെ കല്യാണം നടക്കും. ആ കല്യാണം ഡിലേ ആവാതിരിക്കാനും നല്ല കുട്ടി ഭാര്യയായിട്ട് വരാനുമായിട്ട് നമുക്ക് ഈ പരിഹാരം ചെയ്തു കൊടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു, ബൈ ബൈ. യെസ്, അപ്പോൾ തത്സമയ ഷോയിലേക്ക് വിളിക്കേണ്ട നമ്പർ 05880413110 05852313110 അപ്പോയിൻമെൻറ്റ് നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ അപ്പോയിൻമെൻറ്റ് എടുത്ത് UAE-ലാണെങ്കിൽ ദുബായ് കറാമ പൂജാസ് ജ്വല്ലേഴ്സിൽ സാറിനെ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. നമസ്കാരം, ഫ്യൂച്ചർ ഷോയിലേക്ക് സ്വാഗതം. ഹലോ, കോൾ കണക്റ്റഡ് ആണ്. പേര് പറഞ്ഞോളൂ. ഹലോ, പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ഹാരിസ്. ഹാജിസ്. ഹാരിസ്. ഓക്കെ, ഹാരിസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാവോ? 19 ജൂലൈ 1964. 19 ജൂലൈ 1964. ഓക്കെ, 10:50 AM. 1964 10:50 AM. 10:50 AM. ഓക്കെ, എറണാകുളം. 10:50 AM എറണാകുളം. UAE-ലോടുന്നാ വിളിക്കുന്നത്? UAE ദുബായ് എന്നാണ്. ഓൾ റൈറ്റ്, ചോദിച്ചോളൂ. സാർ അനിഴ നക്ഷത്രമാണോ? അല്ല, വിശാഖമാണ്. അപ്പോൾ സാറിൻ്റെ സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവാം. നക്ഷത്രം കാരണം വിശാഖ നക്ഷത്രം തീർന്ന് അനിഴ നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ 10:50 AM എന്നുള്ളത് കുറച്ചുകൂടി നേരത്തെ ആവാനാണ് സാധ്യത. 10:50 ആണ് സാർ. 15 ആണ്. 10:50 അത് തന്നെ. 10:50 AM-ന് 10:50 AM ആണെങ്കിൽ വിശാഖം തീർന്ന് അനിഴൻ സ്റ്റാർട്ട് ചെയ്തു. ആണോ? അനിഴൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് സാറ് കറക്റ്റ് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്ന് അനിഴ സാറ് വിശാഖമാണ് അന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കലണ്ടറിൽ ഞാൻ സാറിന്റെ അടുത്ത് ഒരു പ്രാവശ്യം എനിക്ക് വിളിച്ചായിരുന്നു. അത് തന്നെ. വിളിച്ചിരുന്നെങ്കിൽ ഈ സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. കാരണം അന്ന് രാവിലെ വിശാഖമായിരുന്നു. അപ്പോൾ ഡേറ്റ് ഒക്കെ കറക്റ്റ് തന്നെ സാർ. 19 ജൂലൈ 1964 രാവിലെ വിശാഖ നക്ഷത്രം തന്നെയാണ്. ഈ 10:50 എന്ന് പറയുന്ന സമയം എത്തിയപ്പോഴാണ് വിശാഖം തീർന്ന് അനിഴം തുടങ്ങിയത്. അപ്പോൾ നക്ഷത്രം ചിലപ്പോൾ സാർ അന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വിശാഖമായിരിക്കും. ചിലപ്പോൾ സമയത്തിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടാവാം. ഓക്കെ. അപ്പോൾ ജാതക പ്രകാരം ഇപ്പോൾ 61 വയസ്സ്
2 മാസമായി. ശരി. 61 വയസ്സ് 2 മാസമായി. സാറിൻ്റെ ജാതക പ്രകാരം ഇപ്പോൾ ശുക്രദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശ ശുക്രദശയാണ്. ശുക്രദശ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം 70 വയസ്സ് വരെയും ശുക്രദശാകാലം ഉണ്ട്. അപ്പോൾ ശുക്രൻ വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ദശാനാഥനാണ്. പക്ഷേ ജാതക പ്രകാരം നമുക്ക് വൃശ്ചിക രാശിയിലാണ് സാറ് ജനിച്ചിരിക്കുന്നത്. വൃശ്ചിക കൂറിൽ ജനിക്കുക എന്ന് പറയുമ്പോൾ, അതായത് വിശാഖത്തിൻ്റെ അവസാന ഭാഗത്തിലാണ് ജനിച്ചിരിക്കുന്നത്. വൃശ്ചിക രാശി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദശ ശുക്രനാണെങ്കിൽ പോലും സാറിന് സമയം അനുകൂലപ്രദമല്ല. അനുകൂലപ്രദമല്ല എന്ന് പറയാൻ കാരണം വ്യാഴം അഷ്ടമരാശി നിൽക്കുന്ന സമയമാണ്. വ്യാഴമാണ് ഒരാളിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ, ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴം നിൽക്കുന്നത് 8-ലാണ്. 8-ൽ വ്യാഴം നിൽക്കുക എന്ന് പറയുമ്പോൾ അഷ്ടമത്തിലെ വ്യാഴം കഷ്ടനഷ്ടങ്ങളെ കൊടുക്കും. കഷ്ടവും നഷ്ടവും. അപ്പോൾ അഷ്ടമത്തിലെ വ്യാഴം 2026 ജൂൺ മാസം 1-ാം തീയതി വരെ, അതായത് മെയ് തീരുന്നത് വരെ സാറിന് നല്ലതല്ല. മെയ് മാസം വരെ, അതായത് ഒരു 7 മാസത്തോളം കാലയളവ് കൂടി സാറിന് ചീത്ത സമയമുണ്ട്. ഇനിയും ഈ ചീത്ത സമയം എന്ന് പറയുമ്പോൾ എന്താണ്? പ്രധാനമായിട്ട് എല്ലാ കാര്യങ്ങൾക്ക് തടസ്സം വരും. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഞെരുങ്ങും. പൈസ നിൽക്കാത്ത അവസ്ഥ വരും. ഇപ്പോൾ 100 വരുമ്പോൾ 150 ചിലവ് വരും. ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകും. കാര്യവിഘ്നം വരുത്തും. ഈ വരുന്ന സമയമായതുകൊണ്ട് സാറ് കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ച് പോകണം ഈ ഒരു പീരീഡ് വരെ. ഈ മെയ് മാസം കഴിയുന്നതോടുകൂടി വ്യാഴം 9-ലേക്ക് വരും. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം 9, 10, 11. പിന്നെ 3 വർഷക്കാലം സാറിന് അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്നത് തന്നെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം അത്രയ്ക്ക് നമുക്ക് നേട്ടം വരും. അപ്പോൾ ഈ ഒരു 7 മാസത്തോളം കാലയളവ് നമ്മൾ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം. പ്രത്യേകിച്ച് പൈസ ഇടപാടുകളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധാലുവായിട്ട് പോകണം. പ്രാർത്ഥന കൂട്ടണം. അപ്പോൾ ചെയ്തു പോകുമ്പോൾ ഈ ദോഷഭാവം കൊണ്ട് ശുക്രദശയായതുകൊണ്ട് ശുക്രനെ മാക്സിമം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. അപ്പോൾ ശുക്രപ്രീതിക്കായിട്ട് അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ആരെങ്കിലും കൊണ്ടെങ്കിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അർച്ചനയ്ക്ക് കൊടുക്കണം. അതുപോലെ ഒരു പൈസ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടി ധന ആകർഷണ യന്ത്രം, അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു പരിഹാരം, സാറിൻ്റെ ലക്കി സ്റ്റോൺ പറഞ്ഞത് ഡയമണ്ടാണ്. ഡയമണ്ട് കെട്ടി നമ്മളെ ചൂണ്ടുവിരലിൽ ധരിക്കണം. ഒരു 25 സെൻറ്റ് സൈസിലുള്ള ഡയമണ്ട് കെട്ടി, ഇത് ആജീവനാന്തം ധരിക്കേണ്ടതാണ്. ശുക്രന് വേണ്ടി ധരിക്കേണ്ടതാണ്. അത് കെട്ടി ചൂണ്ടുവിരലിൽ കെട്ടി ധരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തടസ്സവും മാറി അങ്ങോട്ട് ഗ്രോത്ത് വരികയും ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ടേക്ക് കെയർ, ബൈ. യെസ്, അടുത്ത കോളിലേക്ക് നമുക്ക് പോവാം. നമസ്കാരം, ഫ്യൂച്ചർ ഷോയിലേക്ക് സ്വാഗതം. മാക്സിമം കോൾസ് എടുക്കാൻ നോക്കുകയാണ്. ഹലോ, പേര് പറഞ്ഞോളൂ. രതീഷിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാവോ? അനിയത്തിക്ക് വേണ്ടിയായിരുന്നു. അപ്പൊ അനിയത്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 29/6/1989. ജനനസമയം 4:44 PM. 4:44 PM. UAE ആണോ ഇന്ത്യ ആണോ? ഇന്ത്യ. 4:44 PM ഇന്ത്യ. ഇന്ത്യയിൽ എവിടെ? പൂന. ഓക്കെ. നക്ഷത്രം ഭരണിയാണോ സാർ? കറക്റ്റാ സാർ. അപ്പോൾ എന്താണ് അറിയേണ്ടത്? കല്യാണത്തിനെ പറ്റി അറിയാനായിട്ടായിരുന്നു. നോക്കാം. ഇപ്പോൾ മേഡത്തിൻ്റെ ജാതക പ്രകാരം 36 വയസ്സ് 2 മാസമായി. അതെ സാർ. ജാതക പ്രകാരം സഹോദരിയുടെ ജനനം തന്നെ ശുക്രദശയിലാണ്. 2 വയസ്സ് 5 മാസം വരെ ശുക്രനും, 8 വയസ്സ് 5 മാസം വരെ സൂര്യനും, 18 വയസ്സ് 5 മാസം വരെ ചന്ദ്രനും, 25 വയസ്സ് 5 മാസം തൊട്ട് രാഹുർ ദശ ആരംഭിച്ചു. 43 വയസ്സ് 5 മാസം വരെ രാഹു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശ ഏതാണ്? രാഹുദശ. അത് 25 വയസ്സായപ്പോഴേ ആരംഭിച്ചു. രാഹുർ ദശയിൽ ഇപ്പോൾ കേതുവിൻ്റെ അപകാരകാലം നടക്കുകയാണ്. കേതുവിൻ്റെ അപകാരകാലം 2026 ജൂൺ മാസം
22-ാം തീയതി വരെ 2026 ജൂൺ വരെ കേതുവിൻ്റെ അപകാരകാലം. രാഹുവിൽ കേതു, രണ്ട് പാമ്പുകൾ ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ്. രാഹുവും കേതുവും സർപ്പമാണ്. അപ്പോൾ ചീത്ത സമയമാണ്. അപ്പോൾ ഈ ഒരു 9 മാസം കൂടി കഴിഞ്ഞാലേ ഇവർക്ക് ശുക്രൻ്റെ അപകാരകാലം തൊട്ട് സമയം അനുകൂലപ്രദമായി മാറും. ശുക്ര അപകാരകാലം തൊട്ട് സമയം ഈ ജാതകത്തിൽ പറയുകയാണെങ്കിൽ ദി പത്രിയോഗം ഫലം 2 കല്യാണ യോഗമുള്ള ജാതകമാണ്. അപ്പോൾ ഒരു വിവാഹ വക്കിലെത്തിയിട്ട് മാറിപ്പോവുകയോ ഒരു ഇഷ്ടബന്ധം നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ 2 കല്യാണം വരെ വരാൻ ഇടയുള്ള ജാതകം ആയതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി വേണം വിവാഹാദി കാര്യങ്ങളിൽ ഇടപെടാൻ. അപ്പോൾ ഈ 2026 ജൂൺ മാസം തൊട്ട് ശുക്രൻ്റെ അപകാരകാലം വരും. രാഹുദശയിൽ ശുക്ര അപകാരകാലത്ത് കല്യാണം നടക്കും. അപ്പോൾ ആ സമയത്ത് വരുന്ന ബന്ധം, അപ്പോൾ നമുക്ക് ജാതകത്തിൽ ഇങ്ങനെ ചില ദോഷഭാവങ്ങൾ വരച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ഒരു കാര്യത്തിൽ ഇടപെടാൻ. വളരെ നോക്കി വേണം ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ അതിൽ അശ്രദ്ധ കാണിക്കരുത്. അപ്പോൾ അശ്രദ്ധ കാണിക്കാതെ നോക്കിക്കൊണ്ടുപോയാൽ നല്ല ബന്ധം ഇവർക്ക് വരും. അത് സമയം വരെയാണ്. നമുക്ക് ഇപ്പോഴേ നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വിവാഹം നടത്തുന്നത് ജൂൺ മാസം കഴിഞ്ഞിട്ടേ പാടുള്ളൂ. അപ്പോൾ 9 മാസം കഴിഞ്ഞിട്ടേ വിവാഹം നടത്താവൂ. നോക്കുന്നത് കൊണ്ടോ ഉറപ്പിക്കുന്നത് കൊണ്ടോ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ കുഴപ്പമില്ല. നമുക്ക് വിവാഹം കഴിഞ്ഞ് ഇവരെ ജീവിക്കാൻ പറ്റുന്നത് 9 മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ദശാനാഥനായി നിൽക്കുന്ന രാഹു ആയതുകൊണ്ട് ഈ ഗ്രഹത്തെ നമുക്ക് തടസ്സം വരാതിരിക്കാനും ദോഷഭാവം മാറാനുമായിട്ട് ഗ്രഹപ്രീതി വരുത്തി കൊണ്ടുപോകണം. അതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ആയില്യത്തിന് ആയില്യ പൂജ നടത്തണം. എല്ലാ മാസവും ആയില്യ പൂജയ്ക്ക് കൊടുക്കണം. മാസത്തിൽ ഒരു ദിവസമേ ഉള്ളൂ ആയില്യം. ആയില്യത്തിൻ്റെ അന്ന് ഏതെങ്കിലും ക്ഷേത്രത്തിൽ, ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ഉപദേവതയായിട്ട് നാഗരുണ്ട്. അപ്പോൾ ആയില്യത്തിന് ആയില്യ പൂജയ്ക്ക് കൊടുക്കണം. ആയില്യ വ്രതം നോക്കണം. ആയില്യത്തിൻ്റെ അന്ന് വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. ഒരു പക്ഷിരാജയന്ത്രം ഉമാമഹേശ്വര യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷ. ഉമാമഹേശ്വരൻ ആരാണ്? ശിവനും ശക്തിയും, ശിവനും പാർവതിയും. ശിവനെയും ശക്തിയും ഒന്നിപ്പിക്കാൻ വേണ്ടി ദേവന്മാരാൽ കണ്ടുപിടിച്ചത്, അതായത് വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ശിവശക്തി ചക്രം. അപ്പോൾ പക്ഷിരാജ യന്ത്രവും ഉമാമഹേശ്വര യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊടുക്കണം. അതുപോലെ ഇവർക്ക് രാഹുവിൻ്റെ ദോഷം ബാധിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഗോമേതക രത്നം കെട്ടി പാമ്പ് വിരലിൽ മിഡിൽ ഫിംഗറിൽ ഇട്ട് കൊടുക്കണം. ഗോമേതകം എന്ന് പറയുമ്പോൾ ഗാർനെറ്റ്, അത് ഈ രാഹുവിൻ്റെ സ്റ്റോണാണ്. അത് കെട്ടി കയ്യിൽ ഗാർനെറ്റ്, അതായത് ഗോമേതകം എന്ന് പറഞ്ഞാൽ അറിയാം സാർ. ഗോമേതക രത്നം കെട്ടി കയ്യിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊരു 4 കാരറ്റ് വരുന്ന ഗോമേതക രത്നം കെട്ടി വെള്ളിയിലോ ഏത് ലോകത്തിലായാലും മതി, ശുദ്ധി ചെയ്ത് പൂജിച്ച് നമ്മുടെ കറാമി സ്റ്റോറിൽ കിട്ടും. അവിടെ എല്ലാം കിട്ടും സാർ. അതുകൊണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ മതി. ഇത് കെട്ടി ഇട്ട് കൊടുക്കണം. ഈ ദേഹരക്ഷ്യം കെട്ടിയിടുക. അവരിപ്പോൾ കല്യാണം നടക്കും. അത് നല്ല ബന്ധം വരാൻ വേണ്ടി, മറ്റു തടസ്സമൊന്നും വരാതിരിക്കാൻ വേണ്ടി ഈ പരിഹാരവും കൂടി ചെയ്തുകൊള്ളുക. വിവാഹയോഗം അടുത്ത വർഷം വരുന്നുണ്ട്. തീർച്ചയായിട്ടും അടുത്ത വർഷം കല്യാണം നടക്കും. നമുക്ക് ഇപ്പോഴേ അതിൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങണം. ഓക്കെ സാർ. ഓക്കെ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 050114136 ആണ് നമ്പർ. അടുത്ത കോളിലേക്ക് പോവാണ്. നമസ്കാരം, ഫ്യൂച്ചർ ഷോയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ശ്രുതി ഓർ ശില്പ? ശില്പ. ഓക്കെ, ശില്പയ്ക്ക് വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത്? ഓൾറൈറ്റ്, ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാവോ? 24th April 1996. ഫോണിന്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഫോൺ കുറച്ചൊന്ന് അകലത്തിൽ പിടിക്കുക, മൗത്ത് പീസ് കേട്ടോ. പറഞ്ഞോളൂ. 24 April 1996. Am I right? അതെ. Alright. Yes. അപ്പോൾ ടൈമും കൂടെ ഒന്ന് പറഞ്ഞോളൂ. ടൈം ഓഫ് ബർത്ത് 4:50 PM. 4:50 PM. അതെ. ഓക്കെ. ജനിച്ച സ്ഥലം? കോതമംഗലം. ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ. നക്ഷത്രം പുണർദമാണോ മാഡം? നക്ഷത്രം പുണർദമാണോ? പുണർദ നക്ഷത്രം. ഞാൻ നക്ഷത്രം നേരത്തെ ചോദിക്കാമെന്ന് വെച്ചാൽ ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ ഈ നക്ഷത്രം വരത്തില്ല. അപ്പോൾ പുണർദം നക്ഷത്രത്തിലാണ് ജാതകൻ്റെ ജനനം.
പുണർത നക്ഷത്ര ജാതകന് 29 വയസ്സ് 5 മാസവുമായി ഇപ്പോൾ. അതെ 29 വയസ്സ് 5 മാസവുമായി. ജാതക പ്രകാരം 9 വയസ്സ് 3 മാസം വരെ വ്യാഴദശയുണ്ടായിരുന്നു. അദ്ദേഹം ജനിച്ചത് വ്യാഴദശയിലാണ്. അതായത് ചെറുപ്പത്തിൽ തന്നെ വ്യാഴദശ കഴിഞ്ഞുപോയി. 9 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെ ശനിദശ. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ 19 വർഷക്കാലം ശനിദശയായിരുന്നു. അപ്പോൾ ശനിദശ തീർന്ന് ഇപ്പോൾ ബുധദശയിലേക്ക് പ്രവേശിച്ചു. ഇനി 17 വർഷക്കാലം ബുധനാണ്. 45 വയസ്സ് വരെ ബുധൻ. ബുധൻ എന്ന് പറഞ്ഞാൽ നല്ല ദശയാണ്. എന്തെങ്കിലും നേട്ടം ഉണ്ടാവുന്ന ദശ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ശരിക്ക് ജീവിതത്തിൽ നല്ല സമയം തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എന്നാലും ജ്യോതിഷശാസ്ത്രം പറയണത് ഒരു ദശ ആരംഭിക്കുമ്പോൾ ദശാരംഭേ ദുരിതം ഫലം. ദശയുടെ തുടക്കത്തിൽ ദുരിതം തരും. നമ്മളൊരു ബുധദശ വന്നു, നല്ല സമയമാണ്, 45 വയസ്സ് വരെ ഇനി ബെസ്റ്റ് സമയമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഈ ആരംഭ കാലഘട്ടത്തിൽ കുറച്ച് തടസ്സവും അസ്വസ്ഥതയും ടെൻഷനും ഒക്കെ കൂടും. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ബുധനെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. അപ്പോൾ അതിന് പ്രധാന കാരണം ഈ ബുധദശയിൽ തന്നെ 45 വയസ്സിനകം കുറേ നേട്ടഫലങ്ങൾ ഇദ്ദേഹത്തിന് വന്നു ചേരും. കാരണം ഗജകേസരി യോഗമുള്ള ജാതകമാണ്. ഗജകേസരി യോഗമുണ്ട്. എന്താണ് ഗജകേസരി യോഗം? അറിയില്ല. ഗജം എന്ന് പറഞ്ഞാൽ ആന, കേസരി എന്ന് പറഞ്ഞാൽ സിംഹം. അപ്പോൾ ഗജം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ആനയാവുമെന്നാണ്. കുടുംബത്തിൽ ആനയാവുമെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഇളയത് മൂത്തമായിട്ടും അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയിലെയും ഇളയത് മൂത്തമായിട്ടും എത്ര അംഗങ്ങളുണ്ടോ ഇദ്ദേഹം കുടുംബത്തിൽ മുഖ്യനാവും. ആനയെന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നവനാവും. കേസരി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയക്കും, റെസ്പെക്റ്റോടുകൂടി അവനെ വീക്ഷിക്കും. അപ്പോൾ ഒന്നിലധികം വീട്, വാഹനം, കീഴ് ജീവനക്കാരോടുകൂടി വസിക്കും. അപ്പോൾ ഈ 45 വയസ്സിനകത്ത് ഒരു വീട് വന്നാൽ പോരാ, ഒന്നിലധികം വീട്, വാഹനം, ആ ഒരു നിലവാരത്തിൽ എത്തിച്ചേരും. അപ്പോൾ അത്രയും പുരോഗതിയിലേക്ക് വരേണ്ട സമയത്ത് ആരംഭിച്ചു. പക്ഷേ ഇപ്പോഴും ആ ആരംഭ കാലഘട്ടത്തിൽ ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് പരിഹരിച്ച് കൊണ്ടുപോകണം. ബുധനെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ബുധപ്രീതിക്കായിട്ട് ബുധൻ്റെ ദേവത ശ്രീകൃഷ്ണ സ്വാമിയാണ്. അല്ലെങ്കിൽ അപ്പോൾ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വീട്ടിൻ്റെ അടുത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ മാസത്തിലൊരു ബുധനാഴ്ചയെങ്കിലും ഇദ്ദേഹത്തിന് വേണ്ടി പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. കൃഷ്ണസ്വാമിക്ക് പാൽപ്പായസവും തുളസിമാലയും അർച്ചനയും നടത്തിപ്പോണം. അതേപോലെ ഒരു ലക്ഷ്മീ നാരായണ യന്ത്രം പൈസ വരാനും പൈസ നിലനിൽക്കാനുമായിട്ട് ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊടുക്കണം. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ രത്നം പറഞ്ഞത് എമറാൾഡാണ്, മരതകം, പച്ചക്കല്ലാണ്. അപ്പോൾ മരതക രത്നമാണ് ഇദ്ദേഹത്തിന് ആജീവനാന്തം ധരിക്കേണ്ട കല്ല്. അപ്പോൾ എമറാൾഡ് മരതക കല്ല് കെട്ടി ശുദ്ധി ചെയ്ത് പൂജിച്ച് ശരിക്ക് അണിവിരലിൽ ധരിക്കണം. ഏറ്റവും ചെറിയ വിരലിൽ അല്ലെങ്കിൽ മിഡിൽ ഫിംഗറിൽ വിരലായിട്ടുള്ള മിഡിൽ ഫിംഗറിൽ ധരിക്കാം. അപ്പോൾ ഈ കല്ലും കെട്ടി ശുദ്ധി ചെയ്ത് പൂജിച്ചിട്ട് കൊടുക്കണം. ഈ രക്ഷയും കെട്ടിക്കൊടുക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ ബുധനാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവയും നടത്തി പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തടസ്സഭാവം മാറും. കിട്ടേണ്ട ഫലം പെട്ടെന്ന് ലഭിക്കും. ഓക്കെ മാഡം. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ടേക്ക് കെയർ. അടുത്ത കോളിലേക്ക് പോവാണ്. നമസ്കാരം, ഫ്യൂച്ചർ ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം, എൻ്റെ പേര് മനോജ് ആണ്. നമസ്കാരം മനോജ് ഭായ്, ഡീറ്റെയിൽസ് ഒന്ന് പറയാവോ? എൻ്റെ മോന് വേണ്ടിയിട്ടാണ്, ആദിത്യന് വേണ്ടിയിട്ടാണ്. ഡീറ്റെയിൽസ് വന്നിട്ട് അവൻ ജനിച്ചത് 19th May 2004. 19th May 2004 അബുദാബിയിലാണല്ലേ? 9:14 AM. 2004 അബുദാബിയിലാണ്. 9:14 AM. അപ്പോൾ 9:14 AM. അപ്പോൾ 10 സംതിങ് വരും. കാർത്തിക നക്ഷത്രം. ഓക്കെ, AM ആണ് സർ. അത് കാർത്തിക നക്ഷത്രമാണ്. ഓൾറൈറ്റ്. കാർത്തിക നക്ഷത്രം തന്നെ സാർ. കാർത്തിക നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിലാണ് മോൻ്റെ ജനനം. കാർത്തിക നക്ഷത്ര ജാതകന് ഇപ്പോൾ
21 വയസ്സ് 4 മാസമായി പുത്രനിപ്പോൾ. അതെ. മോൻ്റെ ജാതക പ്രകാരം 19 വയസ്സ് 3 മാസം തൊട്ട് മോന് രാഹുർ ദശ ആരംഭിച്ചു. ഇപ്പോൾ മോന് രാഹുർ ദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. 19 വയസ്സ് തൊട്ട് 18 വർഷക്കാലമുണ്ട് രാഹു. എന്ന് വെച്ച് ഈ 18 വർഷക്കാലവും നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊന്നും അല്ല. ഈ രാഹുവിന് ഒരു പ്രത്യേകതയുള്ളത്, രാഹുർ എന്ന് പറയുമ്പോൾ സർപ്പമാണ്. സർപ്പത്തിൻ്റെ വാലിനോട് ചേർന്ന ഭാഗത്തും തലയുടെ ഭാഗത്ത് മാത്രമേ വിഷമുള്ളൂ. അപ്പോൾ ഈ 2 ഭാഗങ്ങൾ കുറച്ച് ഇഴച്ചിൽ കൂടുതലുള്ള സ്ഥലമാണ്. അതിൽ വാലിനോട് ചേർന്ന ഭാഗമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണേ. ഏതുതൊട്ട് സ്റ്റാർട്ട് ചെയ്തു? 2023 സെപ്റ്റംബർ മാസം 18-ാം തീയതി തൊട്ട് ആരംഭിച്ചു 2026 ജൂൺ മാസം വരെ. അപ്പോൾ 2026 ജൂൺ വരെ. അപ്പോൾ ഇനി ഒരു 8 മാസത്തോളം കാലയളവ് കൂടി, 8-9 മാസത്തോളം കാലയളവ് അത്ര നല്ലതല്ല. 9 മാസം കൂടി കഴിയുമ്പോൾ വ്യാഴാപകാരകാലം ആരംഭിക്കും. വ്യാഴാപകാരകാലം വരുന്നതോടുകൂടി, അതായത് 22 വയസ്സ് 3 മാസം തൊട്ട് വ്യാഴത്തിൻ്റെ അപകാരകാലം വരും. 2 വർഷം 4 മാസക്കാലം. അപ്പോൾ 24.5 വയസ്സ് വരെ വ്യാഴാപകാരകാലം. വ്യാഴാപകാരകാലം നമുക്ക് പുരോഗതിയെ കൊടുക്കും. ജോലി ഇല്ലാത്ത ആളിന് ജോലിയെ കൊടുക്കും. വ്യാഴം ഈ ജാതകത്തിൽ 2-ൽ നിൽക്കുന്ന വ്യാഴമാണ്. ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴമാണ്. ഗജകേസരി യോഗത്തോടു കൂടി നിൽക്കുന്ന വ്യാഴമാണ്. മോൻ്റെ ജാതകത്തിൽ ഗജകേസരി യോഗമുണ്ട്, സരസ്വതി യോഗമുണ്ട്. അപ്പോൾ വളരെ സരസ്വതി യോഗമുള്ളവൻ എന്ത് പഠിക്കുന്നുവോ പഠിത്തത്തിനനുസരിച്ച് ജോലി കിട്ടും. അവൻ പഠിക്കുന്ന ഒരിക്കലും വേസ്റ്റായി പോകത്തില്ല. പക്ഷേ ഇപ്പോൾ വന്നു കയറിയിരിക്കുന്ന രാഹുവാണ്. രാഹുവിൻ്റെ ആരംഭം നല്ലതല്ല. അവന് പലതരത്തിൽ ബാക്കിലോട്ട് പിടിക്കും. അലസത, മടി, ചെയ്യുന്നതിനനുസരിച്ച് റിസൾട്ട് ഇല്ലായ്മ ഒക്കെ വരുന്ന സമയമാണ്. ഇതാണ് നമുക്ക് ജൂൺ മാസം വരെ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നാഗരെ എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊടുക്കാമോ പ്രീതിപ്പെടുത്തണം. കാരണം സർപ്പശാപവും കൂടി കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യണേ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യേണ്ടത്, നാഗരെ എത്രത്തോളം പ്രീതിപ്പെടുത്താമോ ആയില്യ പൂജ മുടങ്ങാതെ എല്ലാ മാസവും ആയില്യത്തിന് ആയില്യ പൂജയ്ക്ക് കൊടുക്കണം. നാഗരെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. അതുപോലെ ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നാഗശാപം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ നാഗരുടെ അതൃപ്തി ഉള്ളതുകൊണ്ട് അത് മാറ്റിയെടുത്ത് മോനെയോ അവൻ്റെ ജീവിതത്തെയോ ബാധിക്കാതിരിക്കാൻ വേണ്ടി കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി രാഹു കേതു പരിഹാര പൂജ ചെയ്ത് കാളസർപ്പദോഷത്തെ റിമൂവ് ചെയ്യണം. അപ്പോൾ രാഹു കേതു പരിഹാര പൂജ കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി ചെയ്ത് ദോഷത്തെ മാറ്റണം. അത് ഞങ്ങൾ ചെയ്താൽ മതിയോ? മോനിപ്പോൾ അമേരിക്കയിലാണ്. ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. അവൻ മിടുക്കനാമോ എപ്പോഴെങ്കിലും വരുന്ന സമയത്തേ ചെയ്യാവൂ. നമുക്ക് ബാക്കി പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാം. ബാക്കി പരിഹാരങ്ങൾ നമുക്ക് സാറ് പോയി ചെയ്യാം. അതായത് ആയില്യ പൂജ നമുക്ക് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാൻ മോൻ്റെ നാളും പേരും വെച്ച്, അതുപോലെ ഒരു എപ്പോഴെങ്കിലും ആരെങ്കിലും പോകുന്നവരെ കൈവശമെങ്കിലും കൊടുത്ത് ഒരു പക്ഷിരാജയന്ത്രം, പക്ഷിരാജൻ ആരാണ് സാർ? ഗരുഡൻ. പക്ഷിരാജയന്ത്രം, വിജയപ്രദായിനി യന്ത്രം. അവന് പഠിത്തത്തെയോ മറ്റ് ബുദ്ധിമുട്ടുകളോ വരരുത്. സരസ്വതി എന്ന് പറയുമ്പോൾ വിദ്യ മാത്രമല്ല, അവന് എല്ലാ വിധത്തിലുള്ള അറിവും കഴിവും ശക്തിയും പ്രദാനം ചെയ്തു തരും സരസ്വതി. അപ്പോൾ വിദ്യായന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊടുക്കണം. ഒരു ഗോമേതകവും വൈഡൂര്യവും നാഗരാജാവിൻ്റെ നാഗമാതാവിൻ്റെയും സ്റ്റോണാണ്. അത് 2 കല്ലുകൾ ചേർത്ത് വെള്ളിയിലെങ്കിലും ചെയ്ത് അവൻ്റെ മിഡിൽ ഫിംഗറിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് അവൻ ആക്റ്റീവാകും. കാരണം വളരെ യോഗമുള്ള കുട്ടിയാണ്, ഗജകേസരി യോഗമുള്ളവനാണ്, സാധാരണ ജാതകമല്ല. ഒന്നിലധികം വീട്, വാഹനം, കീഴ് ജീവനക്കാരോട് കൂടി അവൻ ദീർഘകാലം വസിക്കും. ഉയർന്ന വിദ്യാഭ്യാസ യോഗം ഇതൊക്കെ ഉള്ളവനാണ്, മിടുക്കനാണ്. പക്ഷേ ഇങ്ങനെ ചെറിയ ഒരു നെഗറ്റീവ് യോഗം കിടക്കുകയാണ്. ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് ഈ പരിഹാരം ചെയ്ത് സാറ് മാറ്റി കൊടുക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. യെസ്, സാറുടെ അപ്പോയിൻമെൻറ്റ് UAE മാത്രമല്ല മറ്റ് കൺട്രീസിലും കിട്ടും. കൂടുതൽ തന്നെ US-ലും കാനഡയിലും സർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കോമൺ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ ഏത് കൺട്രിയിലാണോ അവിടെ വെച്ചിട്ട് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഓൺലൈനും കൺസൾട്ട് ചെയ്യാം. അടുത്ത കോളിലേക്ക് പോവാണ്. നമസ്കാരം, ഫ്യൂച്ചർ ഷോയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
ഹലോ, ഹലോ, കോൾ കണക്റ്റഡ് ആണ്. പേര് പറഞ്ഞോളൂ. എന്റെ പേര് ജയകൃഷ്ണൻ. ജയകൃഷ്ണന് വേണ്ടിയിട്ടാണോ ഫാമിലി മെമ്പേഴ്സ് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ? അല്ല, എനിക്ക് വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയാവോ? 2nd February 1988. 2nd February 1988. 2nd Feb 1988. 88. അതെ, ഫാൻസി ആയിട്ടുള്ളൊരു ഡേറ്റ്. ഓൾറൈറ്റ്, സമയം എപ്പോഴാണ്? 6:10 AM. 6:10 AM. ജനിച്ച സ്ഥലം? കോഴിക്കോട്. 6:10 AM കോഴിക്കോട്. സാറിനോട് ചോദിച്ചോളൂ. സാർ നക്ഷത്രം. നമസ്കാരം സാർ. നമസ്കാരം. നക്ഷത്രം പൂയം. തൈപ്പൂയാണെന്നാണ് എന്റെ അറിവ്. തൈപ്പൂയം തന്നെ. പൂയ നക്ഷത്രം തന്നെ. പൂയ നക്ഷത്രം മാത്രമല്ല, സാർ ജനിച്ചത് പൗർണമിക്കാണ് ജനിച്ചത്. പൗർണമി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു മാസത്തിൽ ഒരു ദിവസം മാത്രമേ പൂർണ്ണചന്ദ്രൻ ഉദിക്കുകയുള്ളൂ. അപ്പോൾ പൂർണ്ണചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ വന്നത്. അപ്പോൾ പൂർണ്ണചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന സമയത്താണ് വന്നത്. തൈപ്പൂയത്തോടു കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രത്യേകതയുള്ള ജന്മമാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകത ഉണ്ടെങ്കിൽ നമ്മളെ കർമ്മഫലം എന്തെന്ന് അനുസരിച്ചേ പോകത്തുള്ളൂ. നമുക്ക് 37 വയസ്സ് 7 മാസമായി ഇപ്പോൾ. സാറിൻ്റെ ജാതകപ്രകാരം 10 വയസ്സ് 1 മാസം വരെ ശനിയായിരുന്നു. 10 വയസ്സ് 1 മാസം വരെ ശനിയായിരുന്നു. 27 വയസ്സ് 1 മാസം വരെ ബുധനും 34 വയസ്സ് 1 മാസം വരെ കേതുവും. 34 വയസ്സ് തൊട്ട് 54 വയസ്സ് വരെ ശുക്രദശ. അപ്പോൾ നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശ ഏതാണ്? ശുക്രദശ. ശുക്രദശയിൽ സൂര്യൻ്റെ അപകാര കാലം നടക്കുന്ന സമയമാണ്. ശുക്രൻ സാറിന് വളരെ ഗുണത്തെ കൊടുക്കും. കാരണം ശുക്രൻ 5ഉം 10ഉം ഭാവങ്ങളുടെ ആധിപത്യം വഹിച്ച ഗ്രഹമാണ്. 5 എന്ന് പറയുന്ന സന്താനം, അതുപോലെ പ്രശസ്തി, ഉയർച്ച, ഇവയൊക്കെ കൊടുക്കുന്നതാണ് 5. 10 എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനം, നമ്മളെ പ്രവൃത്തി മേഖല, നമ്മളെ തൊഴിൽ, ഇവയെല്ലാം ഇൻഡിക്കേഷൻ തരുന്നതാണ് 10. ഇത് രണ്ടിൻ്റെയും പ്രാധാന്യം കൊടുത്ത ഗ്രഹം ആയതുകൊണ്ട് ഈ ശുക്രദശയിൽ സാറിന് അടിസ്ഥാനപരമായിട്ടെല്ലാം തരും. പക്ഷേ ഇവിടെ ഇപ്പോൾ അപകാരം നടന്നുകൊണ്ടിരിക്കുന്ന സൂര്യനാണ്. സൂര്യൻ എന്ന് പറയുമ്പോൾ കുറച്ച് അലസതയും അസ്വസ്ഥതയും വരുത്തും. സൂര്യൻ്റെ അപകാര കാലം സാറിന് കുറച്ച് പീരീഡ് കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് ശ്രദ്ധിക്കണം. ഏതുവരെയാണ്? 2026 ജൂലൈ മാസം വരെ. അപ്പോൾ 2026 ജൂലൈ മാസം വരെ നമുക്ക് വളരെ ശ്രദ്ധിക്കണം. 2026 ജൂലൈ മാസം കഴിയുമ്പോൾ നമുക്ക് സൂര്യ അപകാര കാലം കഴിഞ്ഞ് ചന്ദ്ര അപകാര കാലം തൊട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായി പോകും. അപ്പോൾ ഒരു 9 മാസത്തോളം കാലയളവ് കൂടി നമുക്ക് അത്ര കണ്ട് നല്ല സമയമല്ല. കുറച്ച് തടസ്സങ്ങളും ടെൻഷനും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് പീരീഡ് നമ്മൾ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. പ്രത്യേകിച്ച് സൂര്യനിൽ സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കണം. കാരണം സൂര്യൻ അഷ്ടമാധിപനാണ്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധാലുവായിരിക്കണം. ഒപ്പം നമുക്ക് ശുക്രനെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ശുക്രപ്രീതിക്കായിട്ട് ശുക്രൻ്റെ ദേവത ദുർഗയാണ്, പാർവതീദേവിയാണ്. ദുർഗാ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഇവ ചെയ്ത് പോകണം. അപ്പോൾ ശുക്രനെ പ്രീതിപ്പെടുത്തി പോകണം. അതുപോലെ തന്നെ നമുക്ക് ഒരു ധന ആകർഷണ യന്ത്രം ദുർഗാ യന്ത്രവുമായി ചേർത്ത് സാറ് ദേഹരക്ഷ ധരിക്കണം. ബ്ലൂ സഫയറാണ് നിങ്ങളുടെ ആജീവനാന്തം ധരിക്കേണ്ട കല്ല്. അപ്പോൾ എല്ലാവർക്കും ഒരു രത്നമുണ്ട്. ആ രത്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളുടെ രത്നം എന്ന് ചോദിച്ചാൽ ബ്ലൂ സഫയറാണ്. ഇന്ദ്രനീലം കല്ല്, ഒരു 3 കാരറ്റ് വരുന്ന ഇന്ദ്രനീലം കല്ല് കെട്ടി ശുദ്ധി ചെയ്ത് പൂജിച്ച് നമ്മളെ മിഡിൽ ഫിംഗറിൽ ധരിക്കണം, നടുവിരലിൽ. ഇത് ആജീവനാന്തം കല്ലാണ്. അപ്പോൾ നമുക്കിത് കെട്ടിയിടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എനർജറ്റിക് ആവും. ഇതിൻ്റെ റേഡിയേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് എനർജിയെ നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ സഹായിക്കും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നമുക്ക് കുറച്ചുകൂടി സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ചെയ്ത് സാറ് കയ്യിലിട്ടുകൊള്ളുക. ഇത്രയും പരിഹാരവും ചെയ്തുകൊണ്ട് ഓട്ടത്തിന് സ്പീഡ് കിട്ടുക. അപ്പോൾ ജൂലൈ മാസം വരെ കുറച്ച് ശ്രദ്ധയോടുകൂടി പോവുക. അത് കഴിഞ്ഞാൽ പേടിക്കേണ്ട, ശുക്രൻ്റെ ഫലസിദ്ധി പൂർണ്ണമായി നമുക്ക് ലഭ്യമാവും. ഓക്കെ ഒരു കാര്യം ചോദിക്കാം. പറയണം.
അല്ല, ഇത് ഞാൻ ശുക്രദശ തുടങ്ങിയെന്ന് എന്നോട് ഞാൻ മുന്നേ ഒരാൾ കാണിച്ചപ്പം പറഞ്ഞായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ജോലി ചേഞ്ച് ചെയ്തു. അപ്പൊ ഒരു സ്ഥിരത കിട്ടുന്നില്ല. അതായത് ആദ്യം ഒന്ന് മാറി, അപ്പൊ ആ ജോലി പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നഷ്ടമായി. പിന്നെ ഇപ്പൊ അടുത്ത ജോലിയിലേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പൊ. സാറ് ഇവിടെയും എവിടെ ഇപ്പം നമ്മളെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് മാറിയതുകൊണ്ടോ ഈ സമയം മാറാതെ വലിയ വ്യത്യാസങ്ങൾ വരില്ല. നമ്മളെ സമയം നമ്മളെ പിന്തുടരും. നമ്മൾ എവിടെ പോയാലും കൂടെ വരും. അതിന് സാർ ഇവിടുന്ന് വിട്ട് വേറെ അടുത്ത് പോയത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വലിയ ചേഞ്ച് ഒന്നും വരത്തില്ല. ഇപ്പം അവിടെ നിന്ന് മാറി ഇവിടെ വന്നെങ്കിലും ഇവിടെയും ടെൻഷനും പ്രശ്നങ്ങളും ഈ ജൂലൈ വരെ നിൽക്കും. ജൂലൈ കഴിയുമ്പോഴേ സാറിൻ്റെ കാര്യങ്ങൾ സ്മൂത്ത് ആവുള്ളൂ. അതിപ്പോൾ നിൽക്കുന്നിടത്തായാലും ശരി, അല്ലെങ്കിൽ ആ സമയം കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ബെറ്റർ ജോബ് കിട്ടാം. എന്തായാലും സാറിന് ഒരു ചേഞ്ച് വരാൻ പോവുകയാണ് ജൂലൈ തൊട്ട്. അപ്പൊ അതുവരെ അതെ, അതുവരെ ഇതിന്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി, ഈ ദോഷത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രതിവിധികൾ എന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞതൊക്കെ ചെയ്യാൻ പറഞ്ഞത്. ഇന്ദ്രനീലം കല്ല് വാങ്ങിച്ചു വെക്കുക, പിന്നെ ഇന്ദ്രനീലം കല്ല് വാങ്ങിച്ച് കയ്യിലിടുക, അതുപോലെ ഒരു രക്ഷ കെട്ടുക, ഒപ്പം നമുക്ക് പ്രാർത്ഥനയും കൂട്ടുക. ഇല്ല സാർ, കല്ലൊന്നും ഫുൾ ടൈം ആളുകൾക്ക് അറിഞ്ഞൂടാതെ കല്ല് ഈ 24 hours കല്ലിടുന്നതിൽ കാര്യമില്ല. പകൽ മാത്രമേ കല്ല് പ്രവർത്തിക്കുകയുള്ളൂ. അതിൽ നമുക്കൊരു 2-3 മണിക്കൂർ നേരം പകലിട്ടാലും മതി, നമുക്ക് ആവശ്യത്തിനുള്ള റേഡിയേഷൻ കിട്ടും. പൂജിച്ച് കയ്യിൽ ഇട്ടുകൊണ്ടാൽ മതി. നമുക്കത് വ്യത്യാസം വരും. അല്ലെങ്കിൽ പകൽ മാത്രം ഓഫീസിൽ പോകുന്ന സമയത്ത് ഇടുകയും ഓഫീസിൽ നിന്ന് വന്ന് മാറ്റി വയ്ക്കുകയും ചെയ്യുക. അത് മാത്രം ചെയ്ത് പോയാൽ മതി. ബാക്കി പരിഹാരമാണ് ഞാൻ പറഞ്ഞ ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കണം. അതുപോലെ ഒരു ധന ആകർഷണ യന്ത്രം, പൈസ വരാൻ ധന ആകർഷണ യന്ത്രം ദുർഗാ യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷ കെട്ടണം. ഇതൊക്കെ നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി എത്രത്തോളം നമുക്ക് പോസിറ്റീവ് എനർജി കൂട്ടിക്കൊടുക്കാമോ അത്രയും ഈ സമയത്ത് ആവശ്യമുണ്ട്. കാരണം സമയദോഷം നിൽക്കുന്നത് കൊണ്ട്. ഞാൻ അബുദാബിയിലാണ് ഉള്ളത് ഇപ്പോൾ. നാട്ടിലുള്ള ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതിയോ? എവിടെ നിന്നായാലും സാർ അത് ചെയ്ത് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് വേണേലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വാട്സപ്പ് നമ്പറിൽ. നമുക്ക് അടുത്ത കോളിലേക്ക് പോകേണ്ടതുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ഡിയർ. ബൈ. അടുത്ത കോളിലേക്ക് പോവാണ്. നമസ്കാരം, ഫ്യൂച്ചർ ഷോയിലേക്ക് സ്വാഗതം. ഹലോ, കണക്റ്റഡ് ആണ്, സംസാരിച്ചോളൂ. നമസ്കാരം, ഇതാരാണ്? ഇത് എന്റെ മോന് വേണ്ടിട്ടാണ്. ഓക്കെ, മോന്റെ പേരും ഡീറ്റെയിൽസ് ഒന്ന് പറയാവോ? മോന്റെ പേര് ധ്യാൻ സുനിൽ, DHYAN ധ്യാൻ. ഓക്കെ, ധ്യാന്റെ ഡേറ്റ് ഓഫ് ബർത്ത്? ഡേറ്റ് ഓഫ് ബർത്ത് 10/07/2003. 10/07/2003. അതെ, 2003. അതെ. 11:13 AM. 11:13 AM. 11:13 AM. അതെ, സ്ഥലം കണ്ണൂർ. 11:13. അതെ, AM. കണ്ണൂരാണ് സ്ഥലം. സാർ അനിഴമാണോ നക്ഷത്രം? അതെ സാർ, അനിഴ നക്ഷത്രം. എന്താണ് സാർ മോനെ കുറിച്ച് അറിയേണ്ടത്? മോനിപ്പോ പഠിക്കുവാണ്. അപ്പൊ പഠിച്ച് ഏകദേശം ഇപ്പൊ ഫൈനൽ ഇയർ ആണ് പഠിക്കുന്നത്. അപ്പൊ അതിന് പഠിച്ചിട്ട് ഭാവി എങ്ങനെയാണ്, ജോലി കിട്ടുമോ, എങ്ങനെ ഫ്യൂച്ചർ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട് പൊതുവെ നമുക്ക് നോക്കാം സാർ. മോന്റെ ജാതക പ്രകാരം 22 വയസ്സ് 2 മാസമായി മോനിപ്പോ. മോൻ ജനിച്ചത് തന്നെ ശനിദശയിലാണ്. അതായത് അനിഴം നക്ഷത്രം എല്ലാം ശനിദശയിലാണ് ജനനം. മോൻ്റെ ജാതക പ്രകാരം 16 വയസ്സ് വരെയും ശനിദശ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിലെ ശനി ഉണ്ടായിരുന്നത് കൊണ്ട് ശനിയുടെ ദോഷം ഏകദേശവും മാതാപിതാക്കളാണ് അനുഭവിച്ചത്, പ്രത്യേകിച്ച് സാറ്. അപ്പോൾ കൊച്ചിലെ ആ ശനി അങ്ങ് തീർന്നു കിട്ടി. ഇപ്പോൾ മോന് ബുധദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. 17 വർഷക്കാലമുണ്ട് ബുധൻ. 16 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ ബുധദശ. അപ്പോൾ ബുധന് ഒരു പ്രത്യേകതയുള്ളത്, ബുധൻ പ്രവർത്തികാരകനാണ്. അപ്പോൾ പ്രവർത്തികാരകനായതുകൊണ്ട് അവൻ്റെ പ്രവൃത്തിക്ക് തക്ക റിസൾട്ടിനെ തരുന്നവനാണ് ബുധൻ. അപ്പോൾ ബുധദശയിൽ ശുക്രാപകാരകാലം നടക്കുകയാണ്. അപ്പോൾ ശുക്രൻ ദോഷത്തെ കൊടുക്കുന്നവനല്ല. അത് കഴിഞ്ഞ് വരുന്ന മോന് സൂര്യാപകാരകാലം വരെയാണ്. സൂര്യനും ജാതകപ്രകാരം 10ൽ നിൽക്കുന്ന സൂര്യനാണ്. കർമ്മഭാവത്തിൽ ബലവാനായി നിപുണ യോഗത്തോടു കൂടി നിൽക്കുന്ന സൂര്യനാണ്. അപ്പോൾ മോൻ പഠിച്ച ഉടനെ തന്നെ അവന് ജോലി കിട്ടും. അതായത് ശാസ്ത്ര വിധിപ്രകാരം പറയുകയാണെങ്കിൽ 2026 തന്നെ അവന് വരുമാന മാർഗം വരും. അപ്പോൾ അടുത്ത വർഷം തന്നെ അവനതായ ഒരു വരുമാന മാർഗം വരും എന്ന് വെച്ചിട്ട് മോന് ബുധലഗ്നത്തിൽ ജനിച്ചവനായതുകൊണ്ട്
ഉപരി പഠന യോഗമുണ്ട്. ഓക്കെ. അപ്പോൾ മോന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവനെ പഠിപ്പിക്കണം. കാരണം അവൻ ശരിക്കും ലഗ്നാധിപനായ ബുധൻ 10-ൽ നിൽക്കുന്നത് കൊണ്ട് എന്ത് പഠിച്ചോ പഠിത്തത്തിനനുസരിച്ച് ജോലി കിട്ടും. അപ്പോൾ പഠിത്തത്തിനനുസരിച്ച് ജോലി കിട്ടും. 11-ൽ വ്യാഴം നിൽക്കുന്നവനാണ്. 11-ൽ വ്യാഴം നിൽക്കുന്നവൻ ശരിക്കും സമ്പാദിക്കും. 11-ൽ വ്യാഴം നിന്നാൽ ജ്യോതിഷശാസ്ത്രം പറയണത് നല്ല ശമ്പളമുള്ള ജോലി കിട്ടുമെന്ന്. അപ്പോൾ ഉയർന്ന ശമ്പളമുള്ള ജോലി കിട്ടും. മറ്റൊന്ന്, നാനാവിധമായി പൈസ ചെലവാക്കാത്തവനായി തീരും. 11-ൽ വ്യാഴത്തിൻ്റെ പ്രത്യേകതയാണ് അവൻ പൈസ നാനാവിധമായി ചെലവാക്കില്ല. പിന്നെയോ അവൻ ഒരേ സമയത്ത് ഒന്നിലധികം മാർഗങ്ങളിലൂടെ പൈസ ഉണ്ടാക്കും. അപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ സൈഡായിട്ടും കൂടി എന്തെങ്കിലും ചെയ്തു പോകാൻ ഇടവരും. അങ്ങനെ അത് അവൻ്റെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അവൻ ആ ഇൻട്രസ്റ്റ് ഇപ്പോഴേ പറഞ്ഞത്. അപ്പോൾ അവന് അങ്ങനെ അവൻ ജോലി ചെയ്താൽ പോലും അവൻ സൈഡായിട്ടും കൂടി പൈസ ഉണ്ടാക്കും. ബിസിനസ് ചെയ്യും. ബിസിനസ് ചെയ്യുന്നവനാണെങ്കിൽ അതുമായി ബന്ധപ്പെടാത്ത മറ്റൊന്നുകൂടി ചെയ്യും. അപ്പോൾ ഇങ്ങനെ സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുകയും നല്ല മിടുക്കനായ മോനാണ്. അപ്പോൾ ഈ സമയത്തിൻ്റെതായ ചെറിയ ദോഷമൊക്കെ നിന്നതുകൊണ്ട് ചെറിയ അലസതയും മന്ദതയൊക്കെ നേരത്തെ വന്നു എന്നുള്ളത് ഒഴിച്ച് ഇനിയിപ്പോൾ അങ്ങോട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം സാർ? ബുധനെ എത്രത്തോളം പ്രീതിപ്പെടുത്താമോ അത്രയും പ്രീതിപ്പെടുത്തി കൊടുക്കണം. കാരണം ബുധനെ ശക്തിപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ബുധനിലാണ് അവന് വിദ്യാഭ്യാസം, ജോലി, വിവാഹം എല്ലാം തരേണ്ട ആരാണ്? ബുധൻ. അപ്പോൾ ഇതിനൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകാനായിട്ട് ബുധൻ്റെ ഒരു മറയും വരാതെ ബുധനെ നല്ല സ്മൂത്തായിട്ട് നല്ല പ്രകാശത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് കണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വേണ്ടി ബുധനെ പ്രീതിപ്പെടുത്തണം. ബുധൻ്റെ ദേവത ശ്രീകൃഷ്ണ സ്വാമിയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തി കൊണ്ടുപോകണം. കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ അവന് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടാനായിട്ട് ലക്ഷ്മി നാരായണ യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊടുക്കണം. ലക്ഷ്മി നാരായണ യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ. മോന് ആജീവനാന്തം ധരിക്കേണ്ടത് അവൻ്റെ ഭാഗ്യരത്നം പറഞ്ഞത് ഡയമണ്ടാണ്. എല്ലാവർക്കും ഒരു ഭാഗ്യരത്നമുണ്ട്. എല്ലാവർക്കും. എന്തിനാണ് നമ്മൾ ഭാഗ്യരത്നം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടേണ്ട ഭാഗ്യം ബ്ലോക്ക് ആവാതെ കിട്ടാൻ വേണ്ടി. അല്ലാതെ ഭാഗ്യമില്ലാത്തവന് ഭാഗ്യരത്നം ഇട്ടതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ വിചാരിക്കും ഒരു ഭാഗ്യമില്ലാത്തവന് ഭാഗ്യരത്നം കെട്ടിയിട്ടത് കൊണ്ട് ഭാഗ്യം വരും, അങ്ങനെയൊന്നും വരത്തില്ല. അവൻ ഭാഗ്യമുള്ളവനായതുകൊണ്ട് അവൻ്റെ ഭാഗ്യം കുറയരുത്. അവന് ഇന്നുള്ളത് നാളെ ആയി പോവരുത്, ഇന്ന് തന്നെ കിട്ടണം. ആ യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാളിന് ഭാഗ്യരത്നം കിട്ടുക. അപ്പോൾ ഡയമണ്ട് ഒരു 25 സെൻറ്റ് 25 സെൻറ്റ് സൈസിലുള്ള ഡയമണ്ട് കെട്ടി ശുദ്ധി ചെയ്ത് പൂജിച്ച് മോൻ്റെ കയ്യിലിട്ട് കൊടുക്കണം. അതായത് ഗോമൂത്രം, പാല്, കരിക്കും വെള്ളം, പനിനീര്, പഞ്ചഗവ്യം ഈ 5 ശുദ്ധി ചെയ്ത് നമ്മൾ 4 പേര് വെച്ച് പൂജിച്ച് വേണം കയ്യിലിട്ട് കൊടുക്കാൻ. അത് ചൂണ്ട് വിരലിലിടണം. ഇതാണ് പൈസയുടെ വിരൽ. അപ്പോൾ ഈ ചൂണ്ട് വിരലിൽ കെട്ടി ഇട്ട് കൊടുക്കണം. ഏത് ലോകത്തിലായാലും മതി. ഇത് ചെയ്തു കൊടുക്കുമ്പോൾ പെട്ടെന്ന് മോൻ്റെ തടസ്സം മാറി അവന് കിട്ടേണ്ടത് ഈ പരിഹാരം ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ലഭ്യമാകും. ഓക്കെ സാർ. ബുധദശ കഴിഞ്ഞാൽ അടുത്ത കേതുദശ. 7 വർഷമേ ഉള്ളൂ കേതു. അപ്പോൾ അതായത് 40 വയസ്സ് വരെ കേതുവും പിന്നെ 60 വയസ്സ് വരെ ശുക്രനും. അപ്പോൾ ഇടയ്ക്ക് ഒരു 7 വർഷമേ അവന് കൊള്ളാതെ ഉള്ളൂ. അപ്പോൾ ആ സമയം വരുമ്പോൾ നമുക്ക് കേതുവിനെ പ്രീതിപ്പെടുത്താനുള്ള പരിഹാരം ചെയ്യണം. അതിപ്പോഴേ നമ്മൾ അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പോഴും നമുക്ക് നോക്കി ആരെങ്കിലും കൊണ്ട് നോക്കി അത് ചെയ്യിച്ച് കൊണ്ടുപോകണം. ഓക്കെ സാർ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. യെസ്, നമുക്ക് അടുത്ത കോൾ വെയിറ്റിംഗ് ആണ്. കോളിലേക്ക് പോവാണ്. വിളിക്കേണ്ട നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്കും വിളിക്കാം. വിളിച്ച് കിട്ടുന്നില്ല എങ്കിൽ വാട്സപ്പ് നമ്പറിലൂടെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക. 05011413669 എന്നുള്ള UAE നമ്പറിലാണ് സാറുടെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ സാധിക്കുക. കരാമയിൽ പൂജ ജ്വല്ലേഴ്സിൽ കാണാം. അടുത്ത കോളിലേക്ക് പോവാണ്. നമസ്കാരം, ഫ്യൂച്ചർ ഷോയിലേക്ക് സ്വാഗതം. ഇതാരാണ്? അഖിലിന് വേണ്ടിയിട്ടല്ലേ വിളിച്ചത്? ഓക്കെ, അപ്പൊ വൈഫിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാവോ? 26 ജനുവരി 1996. 26 ജാനുവരി 1996. അതെ, ജനുവരി 1930 AM. 11:30 AM.
ജനനം നാട്ടിലെ എവിടെ? 11:30 AM. 11:30 അല്ലേ ഉദ്ദേശിച്ചേ? അതെ 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 ഓക്കെ. നാട്ടിലാണ് ജനനം. രേവതിയാണോ സാർ? അതെ. ആ, എന്താണ് സാർ അറിയേണ്ടത് വൈഫിൻ്റെ? ജോലിയുടെ കാര്യം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം നോക്കാം. കേട്ടില്ല. നമുക്ക് നോക്കാം. സാറ് ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുക, ഞാൻ പറയാം, മാഡത്തിൻ്റെ കാര്യങ്ങൾ പറയാം. രേവതി നക്ഷത്രത്തിലാണ് ജാതകിയുടെ ജനനം. രേവതി നക്ഷത്ര ജാതകിക്ക് ജാതകപ്രകാരം 29 വയസ്സ് 8 മാസമായി ഇപ്പോൾ. ഇപ്പോൾ 29 വയസ്സ് 8 മാസമായി. ജാതകിയുടെ ജാതകപ്രകാരം 3 വയസ്സ് 2 മാസം വരെ ബുധദശ ഉണ്ടായിരുന്നു. 10 വയസ്സ് വരെ കേതുവും 30 വയസ്സ് വരെ ശുക്രദശയും. ഇപ്പോൾ ശുക്രദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശുക്രദശയിൽ കേതുവിൻ്റെ അപകാരകാലം നടക്കുകയാണ് ഇപ്പോൾ. കേതുവിൻ്റെ അപകാരകാലം 2026 മാർച്ച് മാസം വരെ ശുക്രദശയിൽ കേതുവിൻ്റെ അപകാരകാലമുണ്ട്. ശരിക്കും പറഞ്ഞാൽ സാർ, കേതുവിൻ്റെ അപകാരകാലം അത്ര നല്ലതല്ല. കേതുവിന് ഏതു വേണ്ട. കേതുവിന് ഒരു ദോഷഭാവം ഈ ജാതകത്തിലുള്ളത്, കേതു കാളസർപ്പദോഷത്തോടു കൂടി നിൽക്കുന്ന കേതുവാണ്. അപ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ ആരെങ്കിലും കണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും സാറിന്. സാർ, ഇതൊരു കാളസർപ്പദോഷത്തിന് കാളഹസ്തി ക്ഷേത്രത്തിൽ 3 പ്രാവശ്യം പോയി ചെയ്താലേ ഇത് പൂർണ്ണമായി ശമിക്കുകയുള്ളൂ. ഒരു പ്രാവശ്യം പറഞ്ഞു പോയെങ്കിൽ നല്ലതായി. സാർ 2 പ്രാവശ്യവും കൂടി പോകണം. പൂജ ചെയ്യുന്നതിലല്ല സാർ, ഈ പൂജ അവിടെ പോകുന്നതിലല്ല കാര്യം. അവിടെ രാഹു കേതു പരിഹാര പൂജ വിധി പ്രകാരം ചെയ്യണം. പൂജ വിധിയുണ്ട്. നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിൽ, ഇപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ചു എന്ന് പറയുന്നതിലല്ല, അത് കഴിക്കുന്നതിന് രീതിയുണ്ട്. എന്ന് 5 ദിവസം കഴിക്കേണ്ടത് 4 ദിവസം കഴിച്ചാലോ അല്ലെങ്കിൽ 7 ദിവസം കഴിച്ചാലോ ഇത് മാറില്ല. 5 ദിവസം കൊണ്ട് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞതുപോലെ കാളസർപ്പദോഷ പരിഹാര പൂജ ചെയ്യുന്നത് കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി രാഹു കേതു പരിഹാര പൂജ, അത് രാഹുകാല സമയത്ത് തന്നെ ചെയ്യണം. പൂജയ്ക്ക് മുമ്പ് ജലപാനം പോലും കഴിക്കരുത്. പൂജയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് ക്ഷേത്ര പരിസരം കഴിഞ്ഞ് കൊണ്ടുവരരുത്. മറ്റൊരു ക്ഷേത്രത്തിൽ പോവരുത്. ഇങ്ങനെ വിധി പ്രകാരം രാഹു കേതു പരിഹാര പൂജ ചെയ്ത് കാളസർപ്പദോഷത്തെ മാറ്റണം. അപ്പോൾ ഇത് നമുക്ക് 3 പ്രാവശ്യം ചെയ്ത് മാറ്റണം. ഒരിക്കൽ ചെയ്താൽ 41 ഡേയ്സ് കഴിഞ്ഞിട്ടേ ചെയ്യാവൂ. അത് നേരത്തെ ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും സൗകര്യം പോലെ അത് 2 പ്രാവശ്യവും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മാർച്ച് മാസം വരെയാണ് മാഡത്തിന് തടസ്സമുള്ള സമയം. ഈ മാർച്ച് മാസം കഴിയുമ്പോൾ ശുക്രദശ തീർന്ന് സൂര്യദശയിലേക്ക് പ്രവേശിക്കും. സൂര്യൻ ഇവിടെ 10ൽ നിൽക്കുന്ന സൂര്യനാണ്. 10ൽ സൂര്യൻ പറഞ്ഞ സമയത്ത് ഇതിനകത്ത് വെച്ച് ജോലി കിട്ടിയാലും 10ൽ സൂര്യൻ വന്നതിന് ശേഷമേ കുറച്ചുകൂടി സന്തോഷപ്രദമായി നല്ല ജോലി കിട്ടി നല്ല പോലെ കാര്യങ്ങൾ പോവുള്ളൂ. അപ്പോൾ 10ൽ സൂര്യൻ വരും. 36 വയസ്സ് വരെ സൂര്യനും 46 വയസ്സ് വരെ ചന്ദ്രനും 53 വയസ്സ് വരെ ചൊവ്വയും 53 വയസ്സിനകത്ത് എത്തേണ്ട മാക്സിമം ഗുണഫലം സിദ്ധിക്കും. മാത്രമല്ല ഗജകേസരി യോഗമുള്ള ജാതകമാണ്. മേഡത്തിന് ഗജകേസരി യോഗമുണ്ട്. ഈ കാളസർപ്പദോഷം മാറ്റിക്കൊടുത്താൽ ഗജകേസരി യോഗം കിട്ടും. അല്ലെങ്കിൽ ഗജകേസരി യോഗത്തിൻ്റെ പൂർണ്ണത കിട്ടൂല. മറ്റെന്തെങ്കിലും ദോഷഭാവങ്ങൾ കിടക്കുമ്പോൾ നമുക്ക് നല്ല യോഗം ഉണ്ടെങ്കിൽ പോലും പലർക്കും ഇങ്ങനെ യോഗങ്ങളൊക്കെ കാണും. ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന യോഗം, രാജയോഗവും ഗജകേസരി യോഗവും ചക്രവർത്തി യോഗവും ശശിമംഗള യോഗവും അതുപോലെ പഞ്ചപുരുഷ മഹായോഗവും ഒക്കെ കാണും. പക്ഷെ പലപ്പോഴും അനുഭവിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇതുപോലെ ഏതെങ്കിലും ദോഷയോഗം കൊണ്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു പോകും. ഇവിടെ ഈ കാളസർപ്പദോഷത്തെ മാറ്റിക്കൊടുക്കുമ്പോൾ ഇവർക്ക് ഗജകേസരി യോഗം കിട്ടും. ഒന്നിലധികം വീടും വാഹനവും കീഴ് ജീവനക്കാരോടുകൂടി ദീർഘകാലം വസിക്കാൻ ഇടവരും. അപ്പോൾ കാളഹസ്തി പോകുന്നതിനൊപ്പം, കാളഹസ്തി രാവിലെ അഴിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമല്ല, അതുകൊണ്ട് അത് സൗകര്യം പോലെ പോവുക. അതിനൊപ്പം ഒരു ആയില്യ പൂജ മുടങ്ങാതെ നാട്ടിൽ ചെയ്യിക്കുക. ആയില്യ വ്രതം നോക്കിക്കുക. പക്ഷിരാജയന്ത്രം, പക്ഷിരാജനാരാണ്? ഗരുഡൻ. പക്ഷിരാജയന്ത്രം പെട്ടെന്ന് ജോലി കിട്ടാനായിട്ട് ലക്ഷ്മീ നാരായണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക. ഒരു ഗോമേതകവും വൈഡൂര്യവും, കാളസർപ്പദോഷത്തിൻ്റെ കല്ല്, അത് കെട്ടി കയ്യിൽ ധരിക്കുക. ഗോമൂത്രം, പാല്, കരിക്കും വെള്ളം, പനിനീര്, പഞ്ചഗവ്യം, ഈ 5 എണ്ണത്തിൽ ശുദ്ധി ചെയ്ത് നമ്മൾ 4 പേരും വെച്ച് പൂജിച്ച് കയ്യിൽ ധരിക്കുകയും ചെയ്യുക. ഇത് ചെയ്ത് പോകുമ്പോൾ ഈ ദോഷഭാവം മാറിക്കിട്ടും. അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും. ജോലി തടസ്സം മാറി
പെട്ടെന്ന് ജോലിയും കിട്ടും, കുറച്ചുകൂടി സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. നമസ്കാരം, ഫ്യൂച്ചർ ഷോയിലേക്ക് സ്വാഗതം. ഹലോ, കോൾ കണക്റ്റഡ് ആണ്. പേര് പറയാവോ? ഫ്യൂച്ചർ ഷോയിലേക്ക് സ്വാഗതം. ഇതാരാണ്? എന്റെ പേര് സിജിത്ത് എന്നാണ്. സിജിത്ത്. സിജിത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാവോ? 8/5/1978. 8/5/1978. അതെ. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 8/5/1978. ആ, ഓക്കെ. ടൈം ഓഫ് ബർത്ത്? ടൈം ആക്ച്വലി സന്ധ്യാസമയം എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് സമയം അറിയില്ല. സന്ധ്യാസമയം. നാട്ടിലാണോ ജനിച്ചേ? അതെ അതെ, ആലപ്പുഴയാണ്. നക്ഷത്രം എന്താണ്? കാർത്തികയാണോ? അല്ല, അല്ല, മൂലം. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റ് ഓഫ് ബർത്തും സാറുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം ഈ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും സന്ധ്യയല്ല രാവിലെ ആയാലും മൂലനക്ഷത്രമായിട്ട് ഒരുപാട് ദിവസത്തെ വ്യത്യാസമുണ്ട്. സാറിൻ്റെ കയ്യോ വല്ലതും ആയിരുന്നെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഇതൊന്നും വേണ്ട, നോക്കി പറഞ്ഞുതരാം. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണെങ്കിൽ ഞാൻ പറയണ ഫലവുമായിട്ട് ഒരു ബന്ധവും വരില്ല. സാറ് ഒന്നുകൂടി നോക്കിയിട്ട് വിളിക്കണം. അതെ, ടെൻഷൻ ആവും വെറുതെ അല്ലേ? അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ഡിയർ. അമ്മയുടെ അടുത്ത് നിന്ന് ഡീറ്റെയിൽസ് എടുത്തിട്ട് വീണ്ടും വിളിക്കുക. ഇല്ലെങ്കിൽ കൈയുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇട്ടിട്ട് വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തും സംസാരിക്കാം കേട്ടോ. NTVയുടെ വാട്സപ്പ് അല്ല, അപ്പോയിന്റ്മെന്റ് നമ്പറിന്റെ വാട്സപ്പിലാണ്. ഓക്കെ, താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടേതല്ലാത്ത പ്രോഗ്രസ് കാർഡ് കണ്ട് നെഞ്ചിന് വരുന്നല്ലേ, വല്ലവരെയും കാര്യം പുള്ളിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ടെൻഷനും ആവും. ഓക്കെ, അടുത്ത കോളിലേക്ക് പോവാണ്. നമസ്കാരം, ഫ്യൂച്ചർ ഷോയിലേക്ക് സ്വാഗതം. ഓക്കെ, പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, വിളിക്കേണ്ട നമ്പർ 05880413110, 05852313110. രണ്ടും തത്സമയ നമ്പേഴ്സാണ്. കോളിലേക്ക് പോവാണ്. ഹലോ, കണക്റ്റഡ് ആണ്. ഇതാരാണ്? ഹലോ, Is this the channel? Yes, this is NTV. It's a television channel and you're calling on Future Show. Okay. This is from Dubai. Meena from Dubai. Hi, Meena. You can... you want to know the predictions for yourself? Yes, for my granddaughter. All right. So... ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം അറിയാം, അല്ലെങ്കിൽ പിന്നീട് വിളിക്കാൻ പറഞ്ഞാൽ 24/2010. Yes. മലയാളിയാണോ? മലയാളിയാ. ഓക്കെ, 24/2010. 2010 ആരുടെയാണ്? മകളുടെയാണ്. രാത്രി 8:46 ടൈം. 8:46 UAE ടൈം ആണോ ഇന്ത്യൻ ടൈം ആണോ? ഇന്ത്യൻ ടൈം. 8:46 PM ഇന്ത്യൻ ടൈം. നൈറ്റ്. ഓൾ റൈറ്റ്. ഇന്ത്യൻ 8:46 PM. ഇവിടെയാണ്. അല്ല, നാട്ടില്. നാളെ പുണർദം. എന്താണ് അറിയേണ്ടത്? നാളെ പുണർത്താണ് പറഞ്ഞ. അത് മോളെ ഒരു എഡ്യൂക്കേഷനും ഫ്യൂച്ചറൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഞാൻ നോക്കാം മാഡം ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുക. Okay. മോളുടെ ജാതക പ്രകാരം ഇപ്പോ 15 വയസ്സ് 5 മാസവുമായി. Can I watch it on TV? Yeah, sure. Predictions പറയണ്ടാവും കേട്ടോ. ടിവിയിൽ കണ്ടോളൂ. ടിവിയിൽ നോക്കിക്കൊണ്ടിരുന്നാൽ മതി, കാണാനും പറ്റും. വേണേൽ ഫോണിലൊന്ന് റെക്കോർഡും ചെയ്ത് വെച്ചോളൂ. യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട്, അത് ഫേസ്ബുക്കിലും ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 15 വയസ്സ് 5 മാസമായി മോക്കിപ്പോ. 13 വയസ്സ്. ടെക്നിക്കൽ ടീം ഈ കോൾ ഡിസ്കണക്ട് ചെയ്തോളൂ, അവർ ടിവിയിലാ കാണുന്നത്. 13 വയസ്സ് 9 മാസം വരെ ജാതക പ്രകാരം വ്യാഴദശ ഉണ്ടായിരുന്നു. വ്യാഴദശ തീർന്ന് മോക്കിപ്പോൾ ശനിദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനിദശ 19 വർഷക്കാലമുണ്ട്. 32 വയസ്സ് 9 മാസം വരെ ശനിദശയുണ്ട്. ഈ ശനിദശയിൽ ഇപ്പോൾ ശനിയുടെ സ്വാപകാര കാലം നടക്കുന്ന സമയമാണ്. ശനി ചിലർക്ക് ദോഷത്തെ കൊടുക്കുമെങ്കിൽ മോക്ക് നല്ല ശനിയാണ്. കാരണം 11-ൽ നിൽക്കുന്ന ശനിയാണ്, ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശനിയാണ്. അവൾക്ക് ഈ ശനിദശയിൽ
അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ഐശ്വര്യത്തെയും കൊടുക്കും. അതായത് വിദ്യാഭ്യാസം, ജോലി, വിവാഹം തൊട്ട് സന്താനം തൊട്ടുള്ള എല്ലാം ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ ഗുണത്തെയും കൊടുത്തിട്ടേ ശനി പോകത്തുള്ളൂ. പക്ഷേ ശനിക്കൊരു പ്രത്യേകതയുള്ളത്, ശനിയെ വിളിക്കുന്ന പേര് തന്നെ മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. അപ്പോൾ കാര്യങ്ങളെല്ലാം പതുക്കെ പോവുള്ളൂ. അപ്പോൾ പഠിക്കാനൊക്കെ കുറച്ച് ലേസിനെസ് വരും. അപ്പോൾ ഇന്ന് പഠിക്കേണ്ട നാളെ പഠിക്കാം എന്ന് മാറ്റിവെക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. കുറച്ച് കെയർലെസ് ആവും. ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ശനിയെ നമുക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ശനിയിലാണല്ലോ എല്ലാം വരേണ്ടത്. അപ്പോൾ ഒന്നും തടസ്സം കൂടാതെ യഥാസമയത്ത് കിട്ടാൻ വേണ്ടി ശനിയെ നമുക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ശനിയെ പ്രീതിപ്പെടുത്തി എടുക്കാൻ വേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, മോളെ കൊണ്ട് ശനിയാഴ്ച ദിവസം മത്സ്യമാംസാദികൾ കൊടുക്കാതിരിക്കുക. അതുപോലെ ശനീശ്വര യന്ത്രം വിദ്യാ വിജയപ്രദായിനി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊടുക്കണം. വിദ്യയ്ക്ക് ഒരു തടസ്സവും വരാതിരിക്കാൻ വേണ്ടി കെട്ടിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ ചെറിയ പരിഹാരങ്ങൾ മതി, മോളുടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ 32 വയസ്സ് തൊട്ട് 49 വയസ്സ് വരെ ബുധൻ, 56 വയസ്സ് വരെ കേതു, 76 വയസ്സ് വരെ ശുക്രനും, 83 വയസ്സ് വരെ സൂര്യനും, 83 വയസ്സിന് മേൽ ആയുസ്സുണ്ട്. അപ്പോൾ വളരെ ദീർഘായുസ്സോടുകൂടി വളരെ ഐശ്വര്യവതിയായി ദീർഘകാലം വസിക്കാനുള്ള യോഗം ജാതകത്തിലുണ്ട്. അപ്പോൾ ഈ ശനിയെ നമുക്ക് പ്രീതിപ്പെടുത്താനുള്ള ഈ ചെറിയ പരിഹാരവും കൂടി ചെയ്തു കൊടുക്കാം. റൈറ്റ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വൈൻഡപ്പിലേക്ക് എത്തുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഫോൺ ചെയ്ത് കിട്ടാത്തവരാകട്ടെ, ഇല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് നമ്പർ 05011411369. ഇതിൽ കോളിലൂടെയോ വാട്സപ്പിലൂടെയോ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത് കാണാവുന്നതാണ്. സാറിന് നാട്ടിൽ കേരളത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ 49 കൺട്രീസിലും സർവീസ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായി US-ലും കാനഡയിലും ഉണ്ടാകും. UAE-ലാണെങ്കിൽ കരാമയിൽ പൂജാസ് ജ്വല്ലേഴ്സിലും കാണാവുന്നതാണ്. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ വാല്യുബിൾ ടൈം. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.